ശ്രീ മമ്മൂട്ടി ചെയർമാനായിട്ടുള്ള പീപ്പിൾ ടി വിയും ജമാഅത്ത് ഇസ്ലാമിയുടെ മീഡിയ വണ്ണും ഡോക്ടർ മുനീർ ചെയർമാനായിട്ടുള്ള ഇന്ത്യ വിഷനുമാണ് ഇതിൽ മുൻകൈ എടുക്കുന്നത്. പലതവണ അവർ ഈ ആഭാസകരമായ വാർത്തകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ലക്ഷ്യം കൃത്യമായിട്ടും ഇവിടെ നിലനിൽക്കുന്ന സമാധാനം തകർക്കാനാണ്. അത് പക്ഷെ നടക്കാൻ പോകുന്നില്ല. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് അമ്മയുടെ ഭക്തര് അത്ര വേഗം പ്രകോപിതരാകില്ല. ഇത്ര ആഭാസകരമായ പ്രചരണങ്ങളിൽ അമ്മയുടെ ഭക്തരാരും വീഴും, അവര് പ്രക്ഷുബ്ധ മനസ്സുകളായിത്തീരും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എത്ര പ്രകോപനപരമായ വാക്കുകൾ ഉപയോഗിച്ചാലും ഇതിൻ്റെ പിന്നിലുള്ള ഗൂഢലക്ഷ്യം മനസ്സിലാക്കാനുള്ള പക്വതയും വകതിരിവും അവർ കാണിക്കും. അവരൊരിക്കലും പ്രകോപിതരാകുകയില്ല. കാരണം അമ്മ തന്നെ അവരോട് പറയാറുള്ളത്, ഈ ഗെയില് തന്നെ അവരുടെ പുസ്തകത്തിൽ കോട്ട് ചെയ്തിട്ടുണ്ട്. അമ്മ പറയുന്നത് പൊറുക്കാനും മറക്കാനുമാണ് അമ്മ മക്കളെ പഠിപ്പിക്കുന്നത് എന്ന് അവർ തന്നെ കോട്ട് ചെയ്തിട്ടുണ്ട്. അവർ പറയണത് ജീവിച്ചിരിക്കുന്ന സ്ത്രീകളില് വെല്ലുവിളികൾ നേരിടും. ആശ്രമത്തിൽ നിന്ന് പോയി കഴിഞ്ഞ് അവരൊരു എഴുത്തയച്ചു, ഞാൻ വായിക്കാം. ആശ്രമത്തിൽ ഇപ്പോൾ പ്രചരിപ്പിക്കുന്ന കിംവദന്തികളൊന്നും നിങ്ങളെ ബാധിക്കരുത്. ഞാൻ അഭ്യർത്ഥിക്കുന്നു, നിങ്ങളുടെ ലക്ഷ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നിർഭയരാക്കുക. മറ്റുള്ളവർ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നതിനെക്കുറിച്ചോ പറയുന്നതിനെക്കുറിച്ചോ നിയന്ത്രണമില്ലെന്ന് സ്വയം ഓർമ്മപ്പെടുത്താൻ നാം ശ്രമിക്കുകയാണ്. എനിക്ക് ഹൃദയത്തിൽ ശരിയാണെന്നാണ് ഞാൻ സൂചിച്ചിരിക്കുന്നത്. ഇത് പറഞ്ഞത് അവർ ആശ്രമം വിട്ടുപോയി വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. അപ്പോഴും അവരൊരു കുറ്റം ആരെ പറ്റിയും പറഞ്ഞിട്ടില്ല. മറിച്ച് ജീവിച്ചിരിക്കുന്ന ദൈവതുല്യമായ മാതൃതുല്യായ സ്ത്രീയാണ് അമ്മ എന്നാണ് അവർ വിദേശത്ത് പോയിട്ട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അവരവിടെ വന്ന കാലത്ത് ആശ്രമം ഒരു കുടില് പോലെയായിരുന്നു. ചെലവിന് പോലും പൈസ ഇല്ലാത്ത സമയമായിരുന്നു. ഇവർ കൂടുതുണിക്കും മറുതുണിക്ക് സ്ഥിതിയില്ലാത്ത അവസരത്തിൽ സ്വന്തം അമ്മയിൽ നിന്നും സഹോദരന്മാരിൽ നിന്നും പീഡനം സഹിച്ചുകൊണ്ട് ഓസ്ട്രേലിയയിൽ നിന്ന് തിരുവണ്ണാമല വഴി ഇവിടെ കരുനാഗപ്പള്ളി ആശ്രമത്തിൽ എത്തിയതാണ്. അതിന്ന് ലക്ഷ്മി അക്കയോട് അമ്മയ്ക്ക് എന്തോ പ്രത്യേക പ്രതിപത്തിയുണ്ട് എന്ന ഒരു തെറ്റിദ്ധാരണയിൽ അവരെ നിത്യവും ദേഹോദരേൽപ്പിക്കുകയും മുഖത്ത് തുപ്പുകയും ചെയ്തു എന്ന് ഇന്ന് ആശ്രമത്തിലുള്ള ആളുകൾ പറയുന്നുണ്ട്. ആ സ്ത്രീയാണ് ഇപ്പോൾ 15 കൊല്ലം കഴിഞ്ഞ് ആഭാസകരമായ പ്രസ്താവനകൾ ഇറക്കുന്നത്. ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കണം, അമ്മ ഒരിക്കലും ഒറ്റയ്ക്ക് ഒരു മുറിയിൽ കഴിയാറില്ല. നിഴല് പോലെ പിന്തുടരുന്ന ലക്ഷ്മി അക്ക എന്ന വിദേശ വനിത അവരുടെ അതേ റൂമിലാണ് കിടക്കുന്നത്. ആ റൂമിലാണ് ശിഷ്യരുമായി ബന്ധപ്പെട്ടു എന്ന് ഈ ഭ്രാന്തൻ സ്ത്രീ ആരോപിക്കുന്നത്. അവർക്ക് ഡെലൂഷണറി ജലസി എന്ന് ഡോക്ടർമാരെ ഐഡന്റിഫൈ ചെയ്തൊരു സൂക്കടുണ്ടെന്നാണ് ആശ്രമത്തിലിരിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കിയിട്ടുള്ളത്. മറ്റുള്ളവരോട് സ്നേഹം കാണിച്ചാൽ അസൂയ പൊങ്ങി വരുന്ന ഒരു പ്രത്യേക ഒരു മാനസികാവസ്ഥ ഇത് ബിഷഗ്വരന്മാർ അപഗ്രഥിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനത്തെ ഒരു സ്ത്രീയുടെ 19 കൊല്ലത്തെ ജൽപ്പനങ്ങൾ ആരും ഗൗരവമായി എടുക്കരുത്. വാസ്തവത്തിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 151A വകുപ്പ് പ്രകാരവും അതുപോലത്തെ വിവിധ വകുപ്പ് പ്രകാരവും ഇവിടെ സമാധാന ലംഘനം ഉണ്ടാക്കാനും വഞ്ചനം ഉണ്ടാക്കാനും ജനങ്ങളെ തമ്മിലടിപ്പിക്കാനും മതപരമായ വിള്ളലുകളുണ്ടാക്കി വിദ്വേഷം വരുത്താനുള്ള അതിൻ്റെ പേരിൽ അവരുടെ പേരിലാണ് കേസെടുക്കേണ്ടത്. പക്ഷേ നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് ഇതൊക്കെ മറുക്കുകയും അവഗണിക്കുകയും ഭക്തന്മാരൊരിക്കലും പ്രകോപിതരാകാതിരിക്കുകയും ചെയ്യാണ് വേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുപോലത്തെ പലരും കേട്ടിട്ടുണ്ട്. സാക്ഷാൽ ശ്രീകൃഷ്ണനെ പറ്റി സമന്തകം കട്ടു എന്ന ആരോപണം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം പ്രകോപിതനായോ? അതേ മനോഭാവം കാണിച്ചുകൊണ്ട് വളരെ ക്ഷമയോടുകൂടി ഇത് അവഗണിക്കുകയാണ്. ചില ചാനലുകൾ താൽക്കാലിക ലാഭത്തിന് വേണ്ടി ആവാസ പ്രചരണം നടത്തിക്കോട്ടെ, അതിനും മറുപടി അർഹിക്കുന്നില്ല.